ഇന്ന് നടന്ന ജർമ്മനി ഐവറി കോസ്റ്റ് മത്സരം അത്യന്തം ആവേശകരമായിരുന്നു. അത് കാണികളെ വിസ്മയിപ്പിക്കുന്ന ചടുലമായ നീക്കങ്ങളിലൂടെയും ത്രസിപ്പിക്കുന്ന പോരാട്ടങ്ങളിലൂടെയുമായിരുന്നില്ല. പകരം ലോക ഫുട്ബോളിലെ കരുത്തന്മാരുടെ നിരയിൽ ഒട്ടും പിന്നിലല്ലാത്ത ജർമ്മനിയെ 90 മിനിറ്റും അധികം സമയവും പരാജയഭീതിയിൽ നിർത്തി എന്നുള്ളതാണ്. സ്കോർ ബോർഡ് നോക്കിയാൽ ജർമ്മനി അവസാന നിമിഷം വിജയിച്ചു കയറി. എന്നാൽ മത്സരം മുഴുവൻ കണ്ടവർക്കറിയാം 2-1 വിജയം ജർമ്മനിക്ക് അത്ര എളുപ്പത്തിൽ ലഭിച്ചതല്ല. മറിച്ച് ഒരു ഘട്ടത്തിൽ ജർമ്മനി പരാജയത്തിന്റെ വക്കിലുമായിരുന്നു. ആദ്യ പകുതിയിൽ കളി നിയന്ത്രിച്ചത് ഐവറി കോസ്റ്റ് ആയിരുന്നു. അവർ മുന്നിലെത്തുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയ ഡെനീസ് ഉണ്ടാവ് ജർമ്മനിയുടെ രക്ഷകനായി അവതരിച്ചു. 2 ഗോളുകൾ നേടി ജർമ്മനിക്ക് അവിശ്വസനീയമായ തിരിച്ചുവരവാണ് അദ്ദേഹം നൽകിയത്. എന്നാൽ ഈ വിജയം ജർമ്മനിയുടെ ശക്തിയെയാണോ കാണിക്കുന്നത്, അതോ അവരുടെ പോരായ്മകളെ തുറന്നു കാട്ടുകയാണോ ചെയ്തത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. ആദ്യ പകുതി ജർമ്മനി എന്തുകൊണ്ട് ബുദ്ധിമുട്ടി എന്നുള്ളത് ശ്രദ്ധിക്കണം. ജർമ്മനി പതിവ് പോലെ 4-2-3-1 ഫോർമേഷനിലാണ് ഇറങ്ങിയത്. പേപ്പറിൽ നോക്കുമ്പോൾ ലോകോത്തര ടീമാണ്. പക്ഷേ കളിക്കളത്തിൽ ആദ്യ 45 മിനിറ്റിൽ ആ മികവിൻ്റെ 7 അയലത്തെത്തുവാൻ ജർമ്മനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അമ്പരപ്പിക്കുന്നൊരു വസ്തുതയാണ്. കാരണം ഐവറി കോസ്റ്റിൻ്റെ ടാക്റ്റിക്കൽ മികവ് അത് തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത്. ഐവറി കോസ്റ്റ് വളരെ അച്ചടക്കത്തോടു കൂടി ഈ കളിയിൽ മുൻപോട്ട് നീങ്ങി. അവർക്ക് വീഴ്ച സംഭവിച്ചുവെങ്കിലും മധ്യനിരയിൽ ജർമ്മനിക്ക് കാര്യമായ ഒരവസരവും അവർ കൊടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് ഫ്രാങ്ക് കെസിയും സംഘാരയും ചേർന്ന മിഡ്ഫീൽഡ് ജർമ്മനിയുടെ മുന്നേറ്റങ്ങളെ പല തവണ നിഷ്പ്രഭമാക്കി കളഞ്ഞു. യാൻ ഡിയോമാണ്ടയുടെ വേഗത ജർമ്മൻ പ്രതിരോധത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തി. 30-ാം മിനിറ്റിൽ വന്ന ഐവറി കോസ്റ്റിന്റെ ഗോൾ മത്സരത്തിന്റെ ചിത്രം തന്നെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ. ജർമ്മൻ പ്രതിരോധത്തിലെ ആശയക്കുഴപ്പം മുതലെടുത്ത് കൃത്യമായി ഫ്രാങ്ക് കെസി പന്ത് വലയിലെത്തിച്ചു. ആ സമയത്ത് അവർ അർഹിച്ച ലീഡ് തന്നെയായിരുന്നു അത്. കാരണം അതുവരെ കൂടുതൽ അപകടകരമായ അവസരങ്ങൾ സൃഷ്ടിച്ചത് ഐവറി കോസ്റ്റ് തന്നെയായിരുന്നു. ഇന്നത്തെ ജർമ്മനിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് പ്രതിരോധത്തിലെ വേഗതക്കുറവായിരുന്നു. ജൊനാഥാൻ ടായും കിമ്മിച്ചും ഉൾപ്പെട്ട വലതുവശം പലപ്പോഴും ഡിയോമാണ്ടയുടെ ആക്രമണങ്ങൾക്ക് മുമ്പിൽ വല്ലാതെ തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടു. ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്കുകൾ നേരിടുമ്പോൾ ജർമ്മനി വളരെ അസ്വസ്ഥരാകുന്നത് കാണുവാൻ കഴിഞ്ഞു. രണ്ടാമത് ഹാവേർട്സിന്റെ സ്വാധീനം വളരെയധികം കുറഞ്ഞു. മുൻനിരയിൽ ഹാവേർട്സ് ഏറെക്കുറെ അപ്രത്യക്ഷനായിരുന്നു എന്ന് തന്നെ പറയാം. അവസരങ്ങൾ സൃഷ്ടിക്കുവാനോ ഫിനിഷ് ചെയ്യുവാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. 3 വിറ്റ്സും മുസിയാലയും കൃത്യമായി അവർ പോയിന്റ് ചെയ്യപ്പെട്ടു. സാധാരണ മത്സരങ്ങളുടെ ഗതി മാറ്റുന്ന സൂപ്പർ താരങ്ങളാണ് അവർ. എന്നാൽ ഐവറി കോസ്റ്റിന്റെ മിഡ്ഫീൽഡ് അവരെ ഫലപ്രദമായി നിയന്ത്രിച്ചു. പക്ഷേ 2-ാം പകുതിയിലേക്ക് എത്തിയപ്പോൾ മത്സരം തലകീഴായി തിരിഞ്ഞു മറിഞ്ഞു എന്ന് വേണം പറയാൻ. ജർമ്മൻ കോച്ച് ജൂലിയൻ നാഗൽസ്മാൻ മത്സരത്തിന്റെ ഗതി കൃത്യമായി വായിച്ചെടുത്തു. അദ്ദേഹം ജർമ്മൻ പോരാട്ടത്തിൽ നിർണായകമായ മാറ്റങ്ങൾ 2-ാം പകുതിയിൽ വരുത്തി. ഡെന്നീസ് ഉണ്ടാവ്, നദീം അമിരി, ജാമിൽ ലെവലിംഗ് ഈ 3 സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് മത്സരത്തിന്റെ ചിത്രം മാറ്റി എഴുതിയത്. ഉണ്ടാവായിരുന്നു ഇന്നത്തെ കളിയുടെ ഹീറോ. 68-ാം മിനിറ്റിൽ അമിരിയുടെ ക്രോസിൽ നിന്നും ഉണ്ടാവ് സമനില ഗോൾ കണ്ടെത്തി. അതുവരെ ആത്മവിശ്വാസത്തോടെ നിന്ന ഐവറി കോസ്റ്റിന്റെ പ്രതിരോധം അവിടെ മുതൽ പതറുവാൻ തുടങ്ങി. തുടർന്ന് ഇഞ്ചുറി ടൈമിൽ വീണ്ടും ഉണ്ടാവ് വലകുലുക്കി. 94-ാം മിനിറ്റിൽ ഫെലിക്സ് നെമച്ചയുടെ മനോഹരമായ പാസിൽ നിന്നും വിജയ ഗോൾ പിറന്നു. ജർമ്മനി രക്ഷപ്പെട്ടു. അവിടെ ഐവറി കോസ്റ്റ് തകർന്നു വീണു. ഐവറി കോസ്റ്റ് എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ മത്സരം അവർ ജയിക്കേണ്ടതായിരുന്നു. കാരണം ജർമ്മനിയേക്കാൾ മെച്ചപ്പെട്ട കളി അവരുടേത് തന്നെയായിരുന്നു. പക്ഷേ അവസരങ്ങൾ അവർ പാഴാക്കി. നിരവധി കൗണ്ടർ അറ്റാക്കുകൾ ലഭിച്ചു. എന്നാൽ അവസാന ടച്ചിൽ അവർ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് അഡ്രിംകയ്ക്ക് ലഭിച്ച സുവർണ അവസരങ്ങൾ ഗോളാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആരാധകരെയും കമന്റേറ്റർമാരെയും ഒരുപോലെ അമ്പരപ്പിച്ചു. 2-ാം പകുതിയിൽ ഐവറി കോസ്റ്റിന്റെ ഊർജം കുറഞ്ഞുപോയി. ആദ്യ പകുതിയിലെ തീവ്രത അവർക്ക് 2-ാം പകുതിയിൽ നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. ജർമ്മനിയുടെ സമ്മർദ്ദം കൂടിയായപ്പോഴേക്കും അവർ കൂടുതൽ ഉൾവലിയുവാൻ തുടങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മാനസിക കരുത്തിന്റെ കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലോകോത്തര ടീമിനെതിരെ അവസാന 20 മിനിറ്റിൽ ലീഡ് സംരക്ഷിച്ച് നിലനിർത്തുവാനുള്ള ആത്മവിശ്വാസം അവർക്ക് കുറവായിരുന്നു. അതുകൊണ്ടൊക്കെ ജർമ്മനിക്ക് വിജയിച്ചു കയറുവാൻ കഴിഞ്ഞു. പക്ഷേ ജർമ്മനിയിൽ നിന്നും ആരാധകർ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നില്ലേ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതെ, തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം കുറസാവോയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം 7-1 വിജയം നേടിയ ജർമ്മനിയിൽ നിന്നും ആരാധകർ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ ആധിപത്യമുള്ള മറ്റൊരു പ്രകടനമായിരുന്നു. പക്ഷേ ഇന്നവർ ബുദ്ധിമുട്ടി, വളരെയധികം ബുദ്ധിമുട്ടി. ഇങ്ങനെ പോയാൽ ജർമ്മനി എവിടെ വരെ പോകും എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ജർമ്മനിക്ക് ലോകോത്തര ആക്രമണ നിരയുണ്ട്. മത്സരം തിരിച്ചു പിടിക്കുവാനുള്ള മാനസികമായ കരുത്തുമുണ്ട്. പക്ഷേ ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ, ബ്രസീൽ പോലെയുള്ള ടീമുകൾക്കെതിരെ ഇന്ന് കണ്ട പ്രതിരോധത്തിലെ പിഴവുകൾ ആവർത്തിച്ചാൽ ജർമ്മനി വലിയ വില കൊടുക്കേണ്ടതായി വരും.
ആരാധകരും വിശകലന വിദഗ്ധരും പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കുകൾ പ്രതിരോധിക്കുന്നതിലെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്റെ വിലയിരുത്തലിൽ ജർമ്മനിക്ക് സെമി ഫൈനൽ നിലവാരമുള്ള സ്ക്വാഡുണ്ട്. എന്നാൽ ലോകകപ്പ് നേടണമെങ്കിൽ പ്രതിരോധത്തിലെ പോരായ്മകൾ അവർ ഉടൻ പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചത് ജർമ്മനിയാണ്. പക്ഷേ ആരാധകരുടെ ഹൃദയം കീഴടക്കിയത് ഐവറി കോസ്റ്റ് ആയിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ജർമ്മനി 3 പോയിന്റുകൾ നേടി. പക്ഷേ ഐവറി കോസ്റ്റ് ലോക ജനതയുടെ ബഹുമാനം നേടിയാണ് കളം വിട്ട് പുറത്തേക്കിറങ്ങിയത്. ഈ മത്സരം ഐവറി കോസ്റ്റിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അവസരങ്ങൾ പാഴാക്കിയാൽ ലോകകപ്പ് ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല. ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.